പലതവണ നമ്മൾ പടച്ചവൻ്റെ അടുത്ത് പരാതി പറയുന്ന ഒരു കാര്യമാണ്. പടച്ചവനെ നമ്മളെ കാണില്ലല്ലോ, എൻ്റെ പ്രാർത്ഥന സ്വീകരിക്കുന്നില്ലല്ലോ, എനിക്ക് മാത്രം എന്താണ് ഇങ്ങനെ പ്രയാസങ്ങൾ തന്നിട്ടുള്ളത് എന്നൊക്കെ നമ്മൾ എപ്പോഴും പടച്ചവനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കൂലേ. ഈ കുറ്റപ്പെടുത്തലുകൾ കൂടുന്നത് എപ്പോഴാണ്? നമുക്ക് പ്രയാസങ്ങൾ വരുമ്പോഴാണ് നമ്മൾ പടച്ചവനെ ഓർക്കുന്നതും അതുപോലെ തന്നെ പടച്ചവനെ കുറ്റപ്പെടുത്തുന്നതും അല്ലേ. ഇതിൽ തന്നെ നമ്മൾ ഒന്ന് തിരിച്ചൊന്ന് ചിന്തിച്ചാൽ മതി. നമുക്ക് പടച്ചോൻ എന്തൊക്കെ അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട് എന്നുള്ളത്. നമ്മൾ പടച്ചോൻ തന്ന അനുഗ്രഹങ്ങൾ എന്തൊക്കെയെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ആകെ കാണുന്നത് സാമ്പത്തികമായിട്ടുള്ള അനുഗ്രഹം മാത്രമാണ്. അവിടെയാണ് പ്രശ്നം. നമ്മൾ അതിനെ മാത്രം നോക്കുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുക, പ്രശ്നങ്ങൾ വരുന്നത്, പടച്ചോനെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത്. അതേ സമയത്ത് പടച്ചോൻ നമുക്ക് തന്നിട്ടുള്ള അതിനെക്കാട്ടിലും വലിയ അനുഗ്രഹങ്ങളുണ്ട് അല്ലേ. നമുക്ക് നല്ലൊരു ആരോഗ്യം തന്നിട്ടുണ്ട്, നല്ലൊരു ശരീരം തന്നിട്ടുണ്ട്, കാഴ്ചയുള്ള കണ്ണ് തന്നിട്ടുണ്ട്, ശ്വസിക്കാൻ പറ്റുന്ന മൂക്ക് തന്നിട്ടുണ്ട്, സംസാരിക്കാനുള്ള കപ്പാസിറ്റി തന്നിട്ടുണ്ട്, നടക്കാൻ പറ്റിയിട്ടുണ്ട്. ഇങ്ങനെ എന്തൊക്കെ അനുഗ്രഹങ്ങൾ നമുക്ക് പടച്ചവൻ തന്നിട്ടുണ്ട്. ഓരോ നിമിഷം നമ്മൾ അനുഗ്രഹിച്ചു കൊണ്ടേ ഇരിക്കുകയല്ലേ. നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കുക. നമുക്ക് നടക്കാനുള്ളതാണെങ്കിലും എന്താണെങ്കിലും നമ്മുടെ ശരീരം കൊണ്ട് ചെയ്യുന്ന എന്ത് കാര്യമാണെന്നുണ്ടെങ്കിലും ഓരോ സെക്കൻഡുകളും നമ്മളെ പടച്ചവൻ അനുഗ്രഹങ്ങൾ വാരി എറിഞ്ഞുകൊണ്ടേ ഇരിക്കുകയല്ലേ. ആ അനുഗ്രഹത്തിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് ഒരു നിമിഷം മാറ്റുമ്പോൾ ഒരു അവസ്ഥ എന്താണ് എന്നുള്ളത് ആലോചിച്ചാൽ മതി. അപ്പോൾ അല്ല നമുക്ക് അനുഗ്രഹം തരുന്നില്ലേ, അല്ലെങ്കിൽ നമ്മളെ മാത്രം പടച്ചവൻ കാണുന്നില്ലേ, നമ്മളെ പ്രാർത്ഥനകൾ പടച്ചവൻ സ്വീകരിക്കുന്നില്ലേ എന്ന് ചിന്തിച്ച് പടച്ചവനെ കുറ്റപ്പെടുത്തുന്ന ആളുകൾ ഈ ഒരൊറ്റ കാര്യം മാത്രം ചിന്തിച്ചാൽ മതി. നിങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ആ അനുഗ്രഹം പടച്ചവൻ നിങ്ങൾ എടുത്തു കളഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് നീച്ച് നടക്കാൻ പറ്റുമോ? ഒരാളെ സഹായം നിങ്ങൾക്ക് വേണ്ടേ? അത് അല്ല തന്നൊരു അനുഗ്രഹമല്ലേ. സെക്കൻഡുകൾ കൊണ്ട് നിങ്ങൾക്ക് അതിങ്ങനെ എന്ത് ചെയ്യാണ്, അത് നിങ്ങൾക്ക് വീണ്ടും റിന്യൂവൽ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അതുപോലെ തന്നെ കാണാനുള്ള കാഴ്ച, ആ പെട്ടെന്ന് നിങ്ങളെ കണ്ണിന് ആ ഒരു കാഴ്ച പടച്ചവനായിട്ട് എടുത്തു കളഞ്ഞു, ആ അനുഗ്രഹത്തിനായിട്ട് എടുത്തു കളഞ്ഞു. എന്താണ് നമ്മളെ അവസ്ഥ? ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പം അത് പടച്ചവൻ തന്ന അനുഗ്രഹമല്ലേ. സംസാരിക്കാൻ പെട്ടെന്ന് നമ്മളെ നാവ് കുഴഞ്ഞു പോയി, ഒരു സ്ട്രോക്ക് വന്നു കഴിഞ്ഞു, നമ്മൾ കുഴഞ്ഞു, നമുക്ക് നടക്കാൻ പറ്റുന്നില്ല. എന്താ നമ്മളെ അവസ്ഥ? നമ്മളെ കിഡ്നി നമുക്ക് പണി തരുമ്പോൾ എന്താണ് നമ്മളെ അവസ്ഥ? ഓരോ ദിവസം നമ്മൾ ഡയാലിസിന് പോകുന്ന ഓരോ വ്യക്തികളെ കാണുന്നുണ്ടല്ലേ. അവർക്ക് പടച്ചവൻ ആ കൊടുത്ത ആ ഒരു കിഡ്നിക്ക് കൊടുത്തിട്ടുള്ള അനുഗ്രഹം പടച്ചവൻ തിരിച്ചെടുക്കുമ്പോഴാണ് ഈ ഒരു ഡയാലിസിൽ എത്തുന്നത്. ഇങ്ങനെ നമ്മളെ ഓരോ ബോഡി പാർട്സിനെ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും അള്ളാഹു നമ്മളെ എത്രത്തോളം അനുഗ്രഹങ്ങൾ കൊണ്ട് വാരി എറിയുന്നുണ്ട് ഓരോ സെക്കൻഡിലും എന്നുള്ളത്. അത് നമ്മൾ കാണാതെ നമ്മൾ അള്ളാഹിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ഈ കുറ്റപ്പെടുത്തുന്ന നേരം കൊണ്ട് നമ്മൾ ഓരോന്നിനും അള്ളാഹുവിന് തന്ന അനുഗ്രഹത്തിന് ഓരോന്നിനും നമ്മൾ അനുഗ്രഹം പറഞ്ഞുകൊണ്ടേയിരിക്കുക. ഗ്രാറ്റിറ്റ്യൂഡ് അത് നമുക്ക് ഉണ്ടാവണം. പടച്ചവൻ തന്ന ഓരോ പടച്ചവനെ എനിക്ക് തന്നല്ലോ, എനിക്ക് കാഴ്ച തന്നല്ലോ, എനിക്ക് സംസാരിക്കാൻ പറ്റിയല്ലോ, അൽഹംദുലില്ലാ അൽഹംദുലില്ലാ, നീ തന്ന സമ്പത്തിനെക്കാട്ടിലും എത്രയോ വലുതാണ് അത് എന്നുള്ളത് നിങ്ങൾ പറയും. ഈ പറഞ്ഞ സമ്പത്ത് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് തന്ന ബുദ്ധിയും ഈ കാഴ്ചയും നമ്മുടെ ശക്തിയും ഒക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ഈ ഒരു സമ്പത്ത് എന്നുള്ളത്. പിന്നെ നമുക്ക് എന്താണ് പടച്ചവൻ്റെ അനുഗ്രഹം അല്ലെങ്കിൽ പടച്ചവനെ നമ്മൾ കാണുക എന്നുള്ളത്, നമ്മൾ പല തവണ പല ആളുകളെ രൂപത്തിൽ പല അവസരങ്ങളായിട്ടും ഒക്കെ നമ്മളെ മുന്നിൽ പടച്ചവൻ എന്ത് ചെയ്തിട്ടുണ്ടാവും, നമുക്ക് ഓപ്പർച്യൂണിറ്റി ആയിട്ട് നമുക്ക് തന്നിട്ടുണ്ടാവും. പക്ഷെ നമ്മളത് പല സമയത്തും മനസ്സിലാക്കാതെ അതിനെ നിരസിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. നമ്മൾ ചിലപ്പോൾ ഒരുപാട് പ്രയാസപ്പെട്ട് നിൽക്കുന്ന സമയത്ത് പല ആളുകളും നമുക്ക് പടച്ചവൻ്റെ രൂപത്തിൽ ഒരു കൈ തന്നിട്ടില്ലേ, ഒരു സഹായമായിട്ട് നമ്മളെ മുന്നിൽ വന്നിട്ടില്ലേ, അത് നമുക്ക് എത്രയോ അനുഗ്രഹമായിട്ട് നമുക്ക് തോന്നിയിട്ടില്ലേ. ചില ആളുകൾ എനിക്ക് ഒരുപാട് സമയത്ത് തോന്നിയിട്ടുണ്ട് കേട്ടോ. ചില ആളുകളെ ഇത് പടച്ചവൻ്റെ രൂപത്തിൽ എൻ്റെ മുന്നിൽ വന്നിട്ടുള്ളതാണ് എന്ന് ഒരുപാട് തവണ എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഒരുപാട് എനിക്ക് ഓരോ പ്രയാസങ്ങൾ തരുമ്പോൾ ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് പടച്ചവന് ഈ ഒരു പ്രയാസം എനിക്ക് അൽഹംദുലില്ലാ നല്ലതിനാണ് തരുന്നത്. കാരണം ആ ഒരു പ്രയാസം തന്നത് കൊണ്ട് ഞാൻ അതിനെ ഓവർകം ചെയ്യാൻ നോക്കും, അതിനെ ഒന്നും കൂടെ ഡെവലപ്പ് ചെയ്യാൻ നോക്കും. അപ്പോൾ അത് എനിക്കൊരു അനുഗ്രഹമായിട്ടാണ്, എനിക്ക് ഓരോ അച്ചീവ്മെൻറ്റ്സ് ആയിട്ടാണ് എനിക്ക് മാറിയിട്ടുള്ളത്. അല്ല തന്ന ഓരോ പ്രശ്നങ്ങളും അല്ലെങ്കിൽ ഓരോ സങ്കടങ്ങളും അത് പിന്നീട് എനിക്കതൊരു അച്ചീവ്മെൻ്റ് ആയിട്ടാണ് മാറിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇതൊക്കെ പോട്ടെ, ഇതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം നമുക്കറിയാം. അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു വ്യക്തിയായിരുന്നു ആര്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലേ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ജീവിത രീതിയിൽ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എങ്ങനെ നടക്കേണ്ട ആളാണ് നമുക്കറിയാം. ഇന്നത്തെ ഓരോ ആളുകൾ നടക്കുന്നത് കാണുമ്പോൾ നമുക്കറിയാം എങ്ങനെ നടക്കേണ്ട ആളാണ്. അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട ആൾ അങ്ങനെ സമ്പത്ത് കൊണ്ടും അല്ലെങ്കിൽ ബാക്കിയുള്ള സമാധാനങ്ങൾ കൊണ്ടൊക്കെ അങ്ങനെ അനുഗ്രഹിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എങ്ങനെയായിരുന്നു ആ ഒരു ജീവിതം എന്നുള്ളത് നോക്കുക. അത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊക്കെ എന്ത് പ്രയാസമാണുള്ളത് അല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ജീവിത രീതി നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ആകെ ഒരു മകളാണ് ഉണ്ടായിരുന്നത്. അവരൊക്കെ ഒരു പ്രയാസം, അവരൊക്കെ പട്ടിണിയും ദാരിദ്ര്യവും ഒക്കെ അനുഭവിച്ചിട്ടുണ്ടായിരുന്നില്ലേ. അവരൊക്കെ എന്തുമാത്രം പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടുണ്ടായിരുന്നു. അത്രയും അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള ഒരു വ്യക്തിൻ്റെ ഒരു മകൾ. അപ്പോൾ അതൊക്കെ ആലോചിച്ച് കഴിഞ്ഞാൽ നമ്മൾക്കൊന്നും ഒരു പ്രയാസവും ഇല്ല. അത് മാത്രമല്ല അള്ളാഹ് ഇഷ്ടപ്പെടുന്ന ആളുകൾക്കാണ് അങ്ങനെ വാരിക്കോരി കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ ആർക്ക് കൊടുക്കണമായിരുന്നു എന്നുള്ളതും കൂടെ നിങ്ങൾ ചിന്തിക്കുക. അപ്പോൾ അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള ആളുകളെയാണ് അള്ളാഹ് എന്ത് ചെയ്യുക, പരീക്ഷിച്ചു കൊണ്ടേയിരിക്കും. പക്ഷേ ആ പരീക്ഷണത്തിൽ നമ്മൾ എന്ത് ചെയ്യുക, തകരാതിരിക്കുക, അള്ളാഹിനെ കുറ്റപ്പെടുത്താതിരിക്കുക. അൽഹംദുലില്ലാ അതില്ലെങ്കിലും എനിക്ക് ഇങ്ങനെ തന്നിട്ടുണ്ടല്ലോ എന്ന് ആലോചിച്ച് കൂടുതൽ അള്ളാഹിനോട് എന്ത് ചെയ്യുക, നമ്മൾ ശുക്ർ ചെയ്യുക, അൽഹംദുലില്ലാ എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുക. ഓരോ നിമിഷവും നമ്മൾ അൽഹംദുലില്ലാ അള്ളാഹ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ടേയിരിക്കുക. അതാണ് നമുക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കറിയാം. നമുക്ക് ഒരാൾ
നമ്മൾ ഒരാൾക്ക് നല്ലൊരു കാര്യം ചെയ്തു കൊടുത്തു അല്ലെങ്കിൽ ഒരു സാധനം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ആ വ്യക്തി നമ്മളെടുത്ത് എന്ത് പറയാണ്, ആ ഭയങ്കര സന്തോഷം എനിക്ക് തന്നല്ലോ എന്ന് പറഞ്ഞ് നമ്മളെ കാണുമ്പോഴൊക്കെ നമ്മളോട് ആ ഒരു സന്തോഷം പ്രകടിപ്പിക്കുകയാണ്, നമ്മൾ കൊടുത്ത സാധനം അവർ സൂക്ഷിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും വീണ്ടും അവർക്ക് കൊടുക്കാൻ തോന്നൂലേ, നമുക്കൊരു സന്തോഷമാണ്. കാരണം ഞാൻ കൊടുത്തതിന് അവർക്ക് ഇത്ര ഒരു നമ്മളോടൊരു സ്നേഹം ഉണ്ടല്ലോ എന്നുള്ളൊരു ഇത് നമുക്ക് തോന്നും. അതേ സമയത്ത് ഒരു വ്യക്തിക്ക് നമ്മളൊരു സാധനം കൊടുത്തിട്ട് അതിനെ നിരസിച്ച്, ഓ തരാൻ കണ്ടൊരു സാധനം ഇതാണല്ലോ പോൾ എനിക്ക് തന്നത്, ഇവളെ ഓൾക്ക് വെച്ചിട്ട് എന്തൊക്കെ നമുക്ക് തരാൻ പറ്റും എന്നൊക്കെ പറഞ്ഞ് അതിനെ കുറ്റപ്പെടുത്തി അതിനെ ഒരു വാല്യൂം കൽപ്പിക്കാതെ ആ സാധനത്തിനെ അങ്ങോട്ട് നിഷേധിച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമുക്കതിനെ തിരിച്ചു തന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളൊരു മാനസികാവസ്ഥ എന്താണ്, നമുക്കത് ഫീൽ ആവില്ല. അപ്പോൾ ഇതിൽ ഏതാണ് നിങ്ങൾ കൂടുതൽ ഇഷ്ടപ്പെടുക? നമ്മളെ കൊടുത്ത സാധനം ഹാപ്പി ആയിട്ട് അല്ലെങ്കിൽ നല്ല സ്നേഹത്തോട് കൂടിയിട്ട് അതിനെ നമ്മളോട് പ്രകടിപ്പിച്ച ആളാണോ, അല്ലെങ്കിൽ അതിനെ നിഷേധിച്ച ആളാണോ? ഇതേപോലെ തന്നെയല്ലേ പടച്ചോൻ തന്ന അനുഗ്രഹത്തിന് നമ്മൾ സന്തോഷത്തോട് കൂടിയിട്ട്, അത് ചെറുതാണോ വലുതാണോ എന്ന് നോക്കാതെ സന്തോഷത്തോട് കൂടിയിട്ട് സ്വീകരിക്കുമ്പോൾ അള്ളാഹ്ക്ക് അതിലൊരു സന്തോഷം ഉണ്ടാവും. ആ സന്തോഷത്തിൽ അള്ളാഹ് നമ്മളോടും ആ ഒരു ഇഷ്ടം പ്രകടിപ്പിക്കും. ആ ഇഷ്ടം നമുക്ക് അനുഗ്രഹങ്ങളായിട്ട് വീണ്ടും എന്ത് തരും, പടച്ചോന് നമുക്ക് ബർക്കത്ത് ചൊരിയും എന്നുള്ളതാണ്. അതേ സമയത്ത് നമ്മളതിനെ മൈൻഡാക്കാതെ നിന്ന് കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇതുപോലെ പടച്ചോനെ നമ്മൾ മൈൻഡാക്കാതെ നിൽക്കും. പിന്നെ നമുക്ക് തന്നിട്ട് കാര്യമില്ല, ഇത് എപ്പോഴും ഇങ്ങനെ പരാതിയാണെന്ന് പടച്ചോനും തോന്നിത്തോന്നും. അപ്പോൾ എന്ത് ചെയ്യും, പടച്ചോൻ നമ്മളെ മൈൻഡ് ചെയ്യാതെ ഇരിക്കും എന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ ഈ ഒരു മെസ്സേജ് ഇന്ന് പറഞ്ഞതെന്നുള്ള മെസ്സേജ് എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇനി പടച്ചോൻ എന്നെ കാണില്ലല്ലോ, എൻ്റെ പ്രാർത്ഥന സ്വീകരിക്കണില്ലല്ലോ എന്നുള്ള സങ്കടങ്ങളുള്ള ആളുകളൊക്കെ അതൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ചിന്തിക്കുക. പറ്റും എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ദിവസം നിങ്ങൾക്ക് പടച്ചോൻ തന്ന അനുഗ്രഹങ്ങളൊക്കെ 1 by 1 ആയിട്ട് ഇങ്ങനെ എഴുതി വെക്കുക, അനുഗ്രഹങ്ങൾ എഴുതി വെക്കുക. എന്നിട്ട് രാത്രി കിടക്കുമ്പോൾ ഓരോന്നിനും അള്ളാഹിനോട് എന്ത് ചെയ്യുക, നന്ദി പറഞ്ഞുകൊണ്ടേ ഇരിക്കുക, അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു കൊടുക്കുക. ഈ ഒരു ശീലം നിങ്ങൾ പതിവാക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ ലൈഫിൽ നിങ്ങൾ വിചാരിക്കാത്ത അത്ഭുതങ്ങൾ സംഭവിക്കും, അച്ചീവ്മെൻറ്റ്സുകളൊക്കെ വരും. നിങ്ങളെ വീട്ടിലും നിങ്ങളെ കുടുംബത്തിനും അതിനുള്ള ബർക്കത്ത് ഉണ്ടാവും. അപ്പോൾ മറക്കാതെ നിങ്ങളിത് ചെയ്ത് നോക്കുക. ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾ അതിൻ്റെതായിട്ടുള്ള സെൻസിൽ സീരിയസ് ആയിട്ട് തന്നെ കണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളെ മൈൻഡിനെ ഒന്ന് വിശാലാക്കി കൊടുക്കുക. അപ്പോൾ ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇത് മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്യുക. നമുക്കറിയാലോ, നല്ലൊരു അറിവ് മറ്റുള്ളവർക്ക് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും ഒരു സാലയായ സദക്കയാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു സദക്ക നിങ്ങൾക്ക് ഇതാവട്ടെ. എൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെല്ലൈക്കണും കൂടെ അമർത്തി കഴിഞ്ഞാൽ എൻ്റെ പുതിയ വീഡിയോസുകളൊക്കെ നിങ്ങൾക്ക് കിട്ടും. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കേട്ടോ. ഓക്കെ, താങ്ക് യു.